ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഞങ്ങളുടെ കോളേജിൽ ഹോളി സെലിബ്രേഷനാണ്. അതേപോലെ തന്നെ 4:30-ക്ക് ഞങ്ങളുടെ ബാച്ചിൻ്റെ ജേഴ്സി റിവീലും. സാധാരണ റൂമിൽ കയറി എൻ്റെ ബെഡിൽ കിടന്ന് വേറെ എങ്ങോട്ടും പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് നമ്മുടെ ബാച്ചിൻ്റെ കാര്യമായിട്ട് പോകാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനും എല്ലാവരുടെയും ഒപ്പം ഇന്ന് പോയി. അങ്ങനെ ഞങ്ങളും അവിടെ ചെന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതുപോലത്തെ ഒരു ബൊമ്മ അവിടെ കൊണ്ടുവച്ച്. ഈ ബൊമ്മയും വെച്ചിട്ട് എന്ത് ചെയ്യാനാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ബൊമ്മയാണ് നമ്മുടെ ജേഴ്സി റിവീൽ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പതിയെ ആളുകളൊക്കെ വന്നു തുടങ്ങി. ഞങ്ങളുടെ കോളേജിൻ്റെ ഡീനും അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സാറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ പതിയെ ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത്. ആദ്യം തന്നെ ഞങ്ങളുടെ ബാച്ചിലെ സ്റ്റുഡൻസിൻ്റെ ഒരു അടിപൊളി ഫ്ലാഷ് മോബായിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രാക്ടീസ് ചെയ്തതാണെങ്കിലും ദേ ഡിഡ് ഇറ്റ് ആക്ച്വലി വെൽ. അങ്ങനെ ഏകദേശം ഒരു 2-3 മിനിറ്റത്തെ പ്രോഗ്രാമിന് ശേഷം നെക്സ്റ്റ് വൺ ഞങ്ങളുടെ ജേഴ്സി റിവീലിംഗ് ആയിരുന്നു. ഈ ഒരു അഗ്രിക്കോസ് എന്ന് എഴുതിയിട്ടുള്ള ബ്ലൂ ആൻഡ് വൈറ്റ് കളർ മിക്സ്ഡ് ജേഴ്സിയാണ് ഞങ്ങളുടേത്. അതിനുശേഷം റെസ്പെക്റ്റഡ് ഡീൻ സംസാരിച്ചു. ആൻഡ് ഓൾസോ പിന്നെ ആ ഒരു സെലിബ്രേഷൻ ഹോളി സെലിബ്രേഷനിലേക്ക് പോയി. എനിക്ക് ഡസ്റ്റ് നല്ല രീതിക്ക് അലർജി ഉള്ളത് കൊണ്ടും തുമ്മി ഒരു പരുവമാകാൻ വയ്യാത്തത് കൊണ്ടും ഞാൻ ഹോളി സെലിബ്രേഷനിൽ കളർ വാരിയെറിയാൻ പോയില്ല. അറ്റ് ദ സെയിം ടൈം ആസ് എ ടോക്കൺ ഓഫ് ലവ് എൻ്റെ മുഖത്ത് കളർ തേക്കാൻ വന്നവരെ ഞാൻ നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാനും ഹോസ്റ്റലിലേക്ക് വന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഹോളി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അവരെല്ലാവരും ഒരു രാത്രി 7-8 മണിയൊക്കെ ആയപ്പോഴാണ് ഹോസ്റ്റലിലേക്ക് വന്നത്. പക്ഷെ ശരിക്കും വെള്ളത്തിൽ വീണ കോഴിയെ പോലെ നനഞ്ഞ് കുളിച്ചിട്ടായിരുന്നു അവരെല്ലാവരും വന്നത്. ബട്ട് ദെയർ ഈസ് എ ജോയ് ദാറ്റ് ഫിൽഡ് ഓവർ ദിയർ ഫേസ്. സോ അത് കണ്ടിട്ട് ഒരു പക്ഷെ ഞാനും പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.